ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, മറ്റൊന്നുമല്ല. ഇത് കണ്ടില്ല, ഇതാണ് എൻ്റെ രണ്ട് വണ്ടികൾ. ഇതൊരു ഡോമിനാർ 400 2018 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ സെക്കൻഡ് എടുത്തതാണ്. ഇത് മേടിച്ചപ്പോൾ തന്നെ ഇതിന് 2 ഫോഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. ഫോഗ് ലൈറ്റ് 2 സൈഡിലുണ്ടായിരുന്നു, വർക്കിങ്ങൊക്കെയാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ റൂൾ അനുസരിച്ച് നമ്മുടെ ഒരു പ്രൈവറ്റ് വണ്ടിയിൽ ഫോഗ് ലൈറ്റ് വെക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല. പെർമിഷൻ ഉള്ള വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയോര പ്രദേശങ്ങളിലുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിനാണ് ഫോഗ് ലൈറ്റ് വെക്കാൻ നമ്മുടെ കേരളത്തിലെ നിയമം അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് വെക്കാം, സ്വകാര്യ വാഹനങ്ങൾക്ക് വെക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം വാൽപ്പാറ, മൂന്നാർ, അതേപോലുള്ള മൂടൽമഞ്ഞുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് എങ്കിൽ നമ്മൾ RT ഓഫീസിലോ MVD ഓഫീസിലോ ഒക്കെ വിളിച്ച് പെർമിഷൻ എടുത്ത് വണ്ടി കൊണ്ട് കാണിക്കേണ്ടിയും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഫോഗ് ലാമ്പ് വെക്കാം. യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഫോഗ് ലാമ്പ് റിമൂവ് ചെയ്യുകയും വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നിന്ന നിപ്പിൽ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ തോന്നി ഞാൻ ഇപ്പോൾ പോവും, നാളെ തോന്നിയാൽ നാളെ പോവും. അത് എനിക്ക് പോലും അറിയില്ല ഞാൻ എപ്പോഴൊക്കെയാണ് പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള എന്നെപ്പോലുള്ള ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ പോയി പെർമിഷൻ എടുക്കുകയും ഫോഗ് ലൈറ്റ് ഊരുക വെക്കുക ഈ പരിപാടിയൊക്കെ ഭയങ്കര മെനക്കെട്ട പണിയാണ്, ഭയങ്കര ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അതൊന്നും ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല. മാത്രമല്ല, ഈ ഫോഗ് ലൈറ്റ് വെച്ചു എന്നും പറഞ്ഞ് MVD പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 5000 രൂപയോളം നമുക്ക് ഫൈനും വരും. അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് ഫോഗ് ലാമ്പിൻ്റെ ഒരു ആവശ്യകത ഇല്ല. ഇനി അത്ര മൂടൽ മഞ്ഞുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വണ്ടി ഒതുക്കി നിർത്തി മൂടൽ മഞ്ഞൊന്ന് കുറയുന്നവരൊക്കെ നിർത്തിയൊക്കെ പോകാനൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ ഒരു കാര്യമില്ലാതെ 5000 രൂപ കൊണ്ട് MVDക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ഫോഗ് ലൈറ്റ് റിമൂവ് ചെയ്തു. അതിൻ്റെ കണക്ഷൻ സ്വിച്ചും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ആ ഫോഗ് ലാമ്പിൻ്റെ വയർ മാത്രം ഞാൻ കട്ട് ചെയ്തതല്ല, അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് വലിച്ചിളക്കി ഞാൻ വയർ മേലേക്ക് ചെറുക്കി കയറ്റി വെച്ചിട്ടു. അപ്പോൾ ലൈറ്റ് മാത്രമായിട്ട് ഞാൻ മാറ്റി. എന്നെങ്കിലും നമ്മുടെ കേരളത്തിലെ റൂള് മാറുകയാണെങ്കിൽ, മാറാനൊന്നും പോകുന്നില്ല, അഥവാ ഇനി മാറുകയാണെങ്കിലോ നമ്മളിപ്പോൾ കേരളത്തിന് പുറത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ നമുക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ടുള്ള ലോങ് ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയത്തോ ഈ ലൈറ്റ് തിരിച്ചെനിക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കണക്കിന് നിലവിൽ ഇതേ പറ്റത്തുള്ളൂ. കാരണം ഞാനിപ്പോൾ ഓരോ പോലീസ് ചെക്കിങ് കാണുമ്പോഴും എൻ്റെ ചങ്ക് കിടന്ന് ഇടുക്കിയാണ്, കൈ കാണിക്കുമോ, ഫൈൻ വീഴുമോ എന്നൊക്കെ. ഒന്നാമത്തെ കാര്യം, ഇത് ഡോമിനാർ 18 മോഡലാണ്. ഇതിനകത്ത് ഇരിക്കുന്ന ഒരു കാരിയറും കാര്യങ്ങളൊക്കെ 22 മോഡലാണ്. പക്ഷേ ഡോമിനാറിൻ്റെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കൊരു ആശ്വാസം. പിന്നെ വൈസർ വേറെയാണ്, ഡോമിനാറിൻ്റെ അല്ല. ഇതൊക്കെ ഇനി അവന്മാർ പിടിക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു ബീക്കുണ്ട് ഇതിന് ഫ്രണ്ടിൽ. ആ ഒരു ബീക്കൊന്നും സീനാവത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിലവിൽ ഞാനിപ്പം ഫോഗ് ലാമ്പ് മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. ബാക്കി റിമൂവ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് പറയാം. നിലവിൽ ഞാനിപ്പോൾ ഫോഗ് ലൈറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പർപ്പസിന് വേണ്ടിയിട്ടൊരു സാധനം വണ്ടിയിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത്രയുള്ള വീഡിയോ. ശരിയെന്ന് അടുത്ത വീഡിയോ കാണാം.